മുടിയുടെ ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും ഒക്കെ മാറ്റിയെടുത്ത് മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും സഹായിക്കുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചില് ഇന്ന് ഡേ 21 അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഹെയർ പാക്ക് എനിക്ക് തോന്നുന്നു ഡ്രൈ ഹെയർ ആരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് മുടിക്കും സ്കാൽപ്പിനൊക്കെ നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ തരാൻ സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ഹെയർ പാക്ക് ആണ് കേട്ടോ. ഒരു ഡീപ്പ് കണ്ടീഷനിങ് മാസ്ക് എന്നൊക്കെ നമുക്ക് പറയാം. നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്താ പറയുക, മുടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ, സ്പ്ലിറ്റ് എൻഡ്സ് അങ്ങനെയൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മുടിയുടെ ഡ്രൈനെസിന്റെയും ഫ്രിസ്നെസിന്റെയും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ട് ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മുടിയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചോറാണ്. അപ്പൊ ചോറ് ഞാനിവിടെ ഒരു 3 തവി ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചോറ് കുറച്ച് കൂടുതലായിട്ട് എടുക്കാം. പിന്നെ ഏതരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വൈറ്റ് റൈസ് ഇല്ല, പച്ചരിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ചോറ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പിടാത്ത ചോറ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ഞാനിവിടെ ഒരു 4 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ 4 സ്പൂൺ അളവിൽ എടുക്കുന്നത്. വലിയ സ്പൂണൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾ എടുത്താൽ മതി. തൈര് ഇതിനകത്ത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു മോയ്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ തൈര് ചേർത്തേ പറ്റും. അപ്പോൾ തൈര് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും ചേരായിക ഉണ്ടെങ്കിൽ തൈരിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങ ഡയറക്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അപ്പൊ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇപ്പൊ തലേദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് അരക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചോറിന്റെ അളവ് തീരെ കുറവാണെങ്കിൽ നമുക്ക് തൈര് മാത്രം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അരിക്കാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും ഫ്രിസ്നെസ് മാറ്റാനും മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്കിന്ന് തേക്കാനും എളുപ്പമായിരിക്കും. അപ്പൊ ഇന്നത്തെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിലൊന്നും ഞാൻ തേക്കുന്നില്ല കേട്ടോ. ഇപ്പൊ എന്റെ മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഞാൻ ഓയിലൊന്നും തേക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം തൈരൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ പാക്കും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ഇങ്ങനെ വെള്ള പൊടി പോലെ വരും കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കലുണ്ട് അത് താരൻ്റെ ആണോ. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ ചോറ് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒരു വിധത്തിൽ നമ്മുടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ചോറ് നമ്മൾ കെരാറ്റിൻ പാക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കലില്ലേ, അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മളിങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത്. ലൈറ്റ് ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ പാക്ക് ആണെങ്കിലും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസ് ആക്കിയിട്ട് തയ്യാറാക്കുക. ഒരുപാട് തിക്കാക്കാതെ കുറച്ച് ലൂസ് ആക്കിയിട്ട് തയ്യാറാക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് ഏത് പാക്ക് ആണെങ്കിലും കേട്ടോ, കെരാറ്റിൻ പാക്ക് ആണെങ്കിലും ഏത് പാക്ക് ആണെങ്കിലും കുറച്ച് ലൂസ് ആക്കിയിട്ട് തയ്യാറാക്കിയാൽ മതി. ഇത് കണ്ടോ, നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ തേക്കാൻ. ഈ പാക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവർക്കും അരിക്കാനാണ് ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാക്ക് അരിക്കാതെ എന്തായാലും ഉപയോഗിക്കരുത്, കാരണം ആ ചോറിൻ്റെ തരിയൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മുടെ പാക്കിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അരിക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിലല്ല, സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട്
പിന്നെ മുടിയിലേക്ക് തേക്കാട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തേക്കാട്ടോ. സെക്ഷനായിട്ട് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് ഇങ്ങനെ മുടിയുടെ മേലെ കൂടെ എല്ലാം കൂടി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ആവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കും. ഇതുകൊണ്ട് ഇങ്ങനെ ചോറായതുകൊണ്ട് ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കും. അപ്പോൾ ഒരുപാട് പിടിച്ച് വലിക്കാതെ ആ ഒരു സൈഡിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഓരോ ഭാഗം തീർത്ത് വരും കേട്ടോ. ഇടയിൽ തേക്കാതെ ഓരോ ഭാഗം തീർത്ത് നമുക്ക് പോവാം. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഞാൻ കണ്ടിരുന്ന കമൻറ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും കുറഞ്ഞൊന്നും ഞാൻ പറയില്ല, കുറച്ച് പേർക്കൊക്കെ കുറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പാക്കുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണവും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാടല്ല, എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അങ്ങനെയല്ല എന്തെങ്കിലും ബ്ലഡിൻ്റെ കുറവോ വൈറ്റമിൻസിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. ഒരു നോർമലായിട്ടുള്ള ഹെയർ ഫോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡിലൊക്കെ ലേശം ശ്രദ്ധിച്ച് നമ്മൾ ഇതുപോലത്തെ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ പാക്ക് പ്രത്യേകം പറയാണ്, തേക്കുമ്പോൾ വലിച്ചു പിടിച്ച് തേക്കരുത്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയ രീതിയിൽ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിലും അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ടുണ്ട്. മുടി ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് തേക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം, കെട്ടുമ്പോഴും ശ്രദ്ധിക്കണം. ചോറായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കെട്ടാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് അവിടെ എവിടെയെങ്കിലും കെട്ടി വെച്ചാൽ മാത്രം മതി. തേക്കുമ്പോൾ ശ്രദ്ധിച്ച് സോഫ്റ്റ് ആയ രീതിയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തൈര്, നെയ്യില്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് തേക്കണം. നമുക്ക് ആ ഒരു മോയ്സ്ചർ ഇത് കിട്ടില്ല. തേങ്ങാപ്പാലാണെങ്കിൽ കുഴപ്പമില്ല, തൈര് കുറച്ച് നെയ്യുള്ള തൈരൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മോയ്സ്ചർ ഫീൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. കാരണം ചോറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാക്ക് ഡ്രൈ ആവും. ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ആവാൻ വെക്കേണ്ട. ഒരുവിധം ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് കഴുകാം. ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. കഴുകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പാക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. കുതിർത്തെടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ മസാജ് ചെയ്തിട്ട് കളയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുടി കൂടുതലായിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ എല്ലാവരും പേടിയാവും, ഈ പാക്ക് ഉപയോഗിച്ചിട്ട് മുടി ഒരുപാട് പൊഴിഞ്ഞു പോവുകയാണോ, അങ്ങനെയുള്ള പേടിയൊക്കെ ചിലർക്ക് വരാൻ ചാൻസ് ഉണ്ട്. സ്വാഭാവികമാണ്, നമുക്ക് എന്തായാലും പേടി ഉണ്ടാവുമല്ലോ, മുടി കഴുകുന്ന സമയത്ത് ഈ പാക്കിൻ്റെ ആണോ എന്ന് തോന്നും. അപ്പോൾ മുടി പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ പാക്ക് മാത്രമല്ല, ഏത് പാക്ക് ആണെങ്കിലും നമ്മളൊന്ന് കുതിർത്ത് കഴിഞ്ഞിട്ടൊക്കെ മാത്രമേ കൈ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു, ചേച്ചി പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് മുടി കൂടിയ അളവിൽ പോകുന്നുണ്ട്, കാണുമ്പോൾ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കഴുകിയാൽ മതി. അപ്പം നമ്മുടെ ചലഞ്ചിൽ 21ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. പിന്നെ 22ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. പിന്നെ ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ഡെയിലി ചെയ്യുന്ന പോലെ ഡെയിലി മുടി കഴുകുന്നവരാണ് മുടി കഴുകാം. 1 ഇടവിട്ട ദിവസങ്ങളാണ് മുടി കഴുകുന്നത്, അങ്ങനെ കഴുകിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.